ബിനിൽ, ഈ നേരം പുലർന്നു വരുമ്പോഴത്തേക്കും വെളിച്ചം ഇത്രത്തോളം വീണ് തുടങ്ങുമ്പോഴത്തേക്കുമാണല്ലേ അതിന്റെ ഒരു ആഘാതം അത് എത്രത്തോളം വലുതാണ് എന്ന് അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്? തീർച്ചയായും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ നേരം പുലരുമ്പോൾ വ്യക്തമാകുന്നത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇരുവശങ്ങളിലും ഒരു ജാഗ്രതയും പാലിക്കാതെ വലിയ തോതിൽ കുന്നിടിച്ച് മുന്നോട്ട് പോയി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ റോഡിൻ്റെ വലതുവശവും ഇടതുവശവും ഒരുപോലെ തന്നെ വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഇടതുവശത്താണ് വലിയ മലയുള്ളത്. അത് ചെത്തിയെടുത്തതായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ആ ചെത്തിയെടുത്ത ഭാഗത്ത് നിന്ന് നേരെ മണ്ണിടിഞ്ഞ് വന്ന് ഇപ്പുറത്ത് ഒരു കോൺക്രീറ്റിംഗ് ഒക്കെ നടത്തി ഒരു ബാരിക്കേഡിങ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് കോൺക്രീറ്റ് ബാരിക്കേഡിങ് നടന്നിരുന്നു. അതിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ ഒരു ഷീറ്റൊക്കെ വെച്ച്, അതായത് കോൺക്രീറ്റ് ചെയ്ത് അധിക ദിവസങ്ങളായിട്ടില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബാരിക്കേഡ് ചെയ്താണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. കോൺക്രീറ്റ് ബാരിക്കേഡിംഗ് ആണ് അവിടെ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്നത്. അതായത് ആ ഇടത് ഭാഗത്ത് നിന്ന് വലിയ കുന്നിടിഞ്ഞ് നേരെ താഴേക്ക് വരുന്നു. താഴെ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗമടക്കം പൊളിച്ച് നേരെ താഴേക്ക് നമുക്ക് കാണാം വലിയ പാറക്കട്ടികളൊക്കെയാണ് ഇങ്ങോട്ട് താഴേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ പൊട്ടിച്ചിട്ടിരുന്ന പാറകളൊക്കെ അതുപോലെ തന്നെ പൊടിഞ്ഞ് താഴേക്ക് വരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നു. ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന 2 തെങ്ങുകൾ അത് മുറിഞ്ഞ് ഈ വീടിന് മുകളിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന അടക്കമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരു ഉരുൾപൊട്ടൽ പോലെ ആണ് ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഒരു വലിയ ഭയാനകമായ ഒരു കാഴ്ച കൂടിയാണ്. ജെയിൻ നമുക്കൊപ്പം ഉണ്ട്. ജെയിൻ, ഈ രാത്രിയിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും രൂക്ഷമായിരിക്കും കാര്യങ്ങളെന്ന് തോന്നിക്കാണില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇത്രത്തോളം വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു പോന്നു എന്ന് നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ഇത്ര വലിയ രീതിയിൽ ഈ വീടുകൾക്കൊക്കെ സമീപത്തേക്ക് മണ്ണ് വന്നപ്പോൾ തന്നെ നമ്മൾ കരുതിയിരുന്നു ഇതിൻ്റെ മേൽവശത്ത് ഇടിഞ്ഞിട്ടുണ്ട്. അതായത് റോഡിൻ്റെ മുകളിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞു വന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിരുന്നു. ഏതാണ്ട് ഒരു ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് ഇങ്ങോട്ട് പൊടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ശക്തമായ ഒരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, ഈ താഴെയുള്ള ഒരൊറ്റ വീട് ഇവിടെ ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഉരുൾപൊട്ടലാണെങ്കിൽ ഈ മണ്ണ് മാത്രമല്ല, ഈ മണ്ണും കല്ലും അതോടൊപ്പം തന്നെ ചെളിയും ഉൾപ്പെടെയായിരിക്കും താഴേക്ക് വരിക. അത് ഇതിനേക്കാൾ ശക്തിയായിരിക്കും. ഇതിപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാത്രം ഇടിഞ്ഞ് ആ വലിയ അളവിൽ വലിയ പാറക്കല്ലുകളോട് കൂടി താഴേക്ക് പതിക്കുകയും അവിടെ നിന്ന് ഈ കെട്ടിൻ്റെ താഴത്തുണ്ടായിരുന്ന മണ്ണ് കൂടി ചേർത്ത് ഈ വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായും തള്ളി താഴേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. അവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ മേളിലേക്ക് മണ്ണ് പതിച്ചിട്ടുണ്ട്. ഇതൊരു ഉരുൾപൊട്ടലായിരുന്നെങ്കിൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒലിച്ചു പോയന് ആ താഴത്ത് നിരവധി വീടുകളുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ഒരുപക്ഷെ വലിയ ദുരന്തമുണ്ടാകില്ല, പക്ഷേ വലിയ നാശനഷ്ടമുണ്ടായി. ഇനിയിപ്പോൾ മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, അത് മണ്ണാണ്, മണ്ണിൻ്റെ ഇടയിലുള്ള വലിയ പാറക്കല്ലുകളാണ്. അത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പാറയല്ല. നമ്മൾ മൂന്നാർ ഭാഗത്തേക്ക് പോയാൽ റോഡിൻ്റെ ഒരു വശം വലിയ പാറയുള്ള ഭാഗങ്ങളുണ്ട്, മല പോലെയുള്ള പാറക്കെട്ടുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഈ പ്രദേശം. ഇവിടെ മണ്ണാണ്, ആ മണ്ണിനകത്തുള്ള വലിയ പാറക്കല്ലുകളാണ് ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടിയാൻ സാധ്യതയുണ്ട്. ഒരല്പം മഴ പെയ്ത് മണ്ണിന് കനം വെച്ചാൽ സ്വാഭാവികമായും ഇടിഞ്ഞ് താഴേക്ക് പോരും. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഈ 2018 പ്രളയത്തിൽ അടിമാലി ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ റോഡിൻ്റെ പല സൈഡിലും പല വശത്തുമായി പലതവണ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ഈ കാലവർഷം ആരംഭിച്ചതിന് ശേഷം ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ പല സ്ഥലത്തും മണ്ണെടുത്തിരുന്നു. അവിടെയൊക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഉയരത്തിൽ ഒരു മല നിൽക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്താൽ ആ മേളിലെ മണ്ണ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് സ്വാഭാവികമായും ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നത് ഇവിടെ ഇങ്ങനെ വലിയ കുന്നുകൾ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ആ ചെത്തിയെടുത്ത സ്ഥലത്ത് പ്രീകാസ്റ്റ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിൻ്റെ വലിയ സ്ലാബുകൾ കൊണ്ടുവന്ന് ചാരി വെച്ചിട്ട് പോകുന്നതാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഈ ദേശീയപാതയുടെ 2 വശത്തും വലിയ കുന്നുകളുടെ ഭാഗത്തൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല എന്നത് തന്നെയല്ലേ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും. അടിമാലി മുതലല്ല, നേരിമംഗലത്തിനപ്പുറം മുതൽ,
അതായത് കുന്നം പ്രദേശം ആരംഭിക്കുന്നത് തൊട്ട് ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് അത് പ്രീകാസ്റ്റ് ചെയ്ത് ഒരു മതിൽ പോലെ സ്ലാബ് പോലെ നിർമ്മിച്ചതിന് ശേഷം ആ സ്ലാബ് കൊണ്ടുവന്ന് ഈ മൺതിട്ടയിൽ ചാരി വയ്ക്കുന്നതാണ് ഒരു രീതി. അതിനുശേഷം അത് സിമൻറ്റ് ചേർത്ത് കൂട്ടി യോജിപ്പിക്കുക. പക്ഷെ അതിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പല ഘട്ടത്തിൽ ഈ റോഡ് നിർമ്മാണം ആരംഭിച്ച് ഇത്തരത്തിൽ ഈ ചാരി വെച്ചിട്ടുള്ള സ്ലാബുകൾ ചാരി വെച്ചിട്ടുള്ള സുരക്ഷാ ഭിത്തി നിർമ്മിച്ചപ്പോഴൊക്കെ അത് പല സ്ഥലത്തും ഇടിഞ്ഞ് താഴേക്ക് പോന്നിട്ടുണ്ട്, തള്ളി പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നിർമ്മിക്കേണ്ടിയിരുന്നത് സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ DR കെട്ടി താഴത്തു നിന്നോട്ട് മുകളിലേക്ക് കരിങ്കല്ല് കെട്ടി സംരക്ഷണ ഭിത്തി ഒരുക്കുകയാണ് ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ ചെരിച്ച് മണ്ണിടിച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ നടപ്പിലായിട്ടില്ല. പലപ്പോഴും പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ദേശീയപാത അധികൃതർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ വലിയ മലയുടെ അടിവാരത്ത് മാത്രം ഒരു കോൺക്രീറ്റ് ചാര് കൊണ്ടുവന്ന് വെച്ചാൽ ആ മേളിലെ മണ്ണ് നിൽക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ്. നമ്മുടെ ക്യാമറമാൻ ബിനുവിനോട് പറയാം, ആ ഭാഗത്താണ് 2 വീടുകൾ നിന്നിരുന്നത്. ഇരുനില വീടാണ് ഈ കാണുന്നത്. ഒരു വലിയ വീട് തകർന്ന് മണ്ണിനടിയിൽ പൂർണ്ണമായും പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 24 വീടുണ്ടായിരുന്നു. അതിലൊരു 4-5 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും ഭാഗികമായും ഒക്കെ തന്നെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാട്ടുകാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഈ വെളിച്ചം വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ അവസ്ഥ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇന്നലെയാണ് പലരെയും മാറ്റി പാർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുക എന്നത് വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ഈ പല ഭാഗത്തും വലിയ പാറക്കെട്ടുകളൊക്കെ വന്ന് തിങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുകയും ചെയ്യുന്നത്.